ഹലോ ഗൈസ്, പത്രമാറ്റിൻ്റെ പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ആദർശും നയനയും വരുന്നത് നോക്കി ഇരിക്കുകയാണ് ദേവയാനി. അവർ രണ്ടുപേരും വന്ന് കയറുമ്പോൾ ഒരുപാട് സന്തോഷമൊക്കെ ഉണ്ട്. എന്നിട്ട് ദേവയാനി അവരുടെ അടുത്തിട്ട് വന്നിട്ട് പറയും, കളക്ടർ ഉദ്യോഗമൊക്കെ കഴിഞ്ഞ് വന്നല്ലോ, ഇനിയിപ്പം പോയി കുളിച്ചേച്ച് വാ, വല്ലതും കഴിക്കാം, ചായ മാത്രമല്ല പലഹാരം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന് പറയും. അപ്പോൾ ആദർശ് ചോദിക്കുന്നുണ്ട്, അമ്മ അടുക്കള കയറി പലഹാരമൊക്കെ ഉണ്ടാക്കിയോന്ന്. അത് കേട്ടുകൊണ്ടാണ് ജാനകി അങ്ങോട്ട് വരുന്നത്. ഇവിടുത്തെ മരുമകൾ ജോലിക്കാന്ന് പറഞ്ഞ് അങ്ങ് ഇറങ്ങിപ്പോയല്ലോ, പിന്നെ ഇവിടെ ഉള്ളൊരു അടുക്കള കയറാതിരിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇവള് നിൻ്റെ കൂടെ ഇന്ന് ഓഫീസിലേക്ക് വന്നിട്ട് വല്ല മലമറിക്കുന്ന പണി വല്ലതും ചെയ്തോ എന്ന് ദേവയാനി ചോദിക്കും. ഉടനെ ആദർശ് പറയും, അമ്മയ്ക്ക് അവളുടെ കഴിവ് അറിയാവുന്നതല്ലേ, അവളിന്ന് നല്ല 2 ഡിസൈൻ വരച്ചു തന്നു, അതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെടുകയും ചെയ്തു. ഈ പ്രാവശ്യത്തെ വിഷു നമ്മൾ തന്നെ കൊണ്ടുപോകും, ഓണം നമ്മുടേതായിരുന്നല്ലോ, അതുപോലെ വിഷു നമ്മുടേത് തന്നെയാകും, നമ്മൾ ഒരുപാട് ഓർഡറൊക്കെ പിടിക്കും എന്നൊക്കെ പറയും. നല്ല ഓർഡറൊക്കെ കിട്ടിയാൽ അതിൻ്റെ ബെനിഫിറ്റ് അവിടെ ജോലി ചെയ്യുന്ന എല്ലാവർക്കും ഉണ്ട്, ഇവക്കും ഉണ്ടെന്ന് ദേവയാനി അങ്ങ് പറയും. അപ്പോൾ ജാനകി പറയുന്നുണ്ട്, ഇവള് ഓഫീസിൽ ചെന്നത് ആകെ ഒരു പ്രശ്നമാകും, അവസാനം ഇവള് നല്ല ഡിമാൻഡൊക്കെ ആയി കഴിയുമ്പോൾ വേറെ കമ്പനിയിലേക്കൊക്കെ പോകും, അവസാനം ആദർശം നിന്നെയും കൂടെ കളഞ്ഞേച്ച് ഇവള് പോകുമെന്ന് പറയും. അത് കേൾക്കുമ്പോഴത്തേന് ആദർശനും നയനയ്ക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. നയന ഉടനെ പറയും, ജോലി ചിലപ്പോൾ ഞാൻ വേണ്ടെന്ന് വെച്ചെന്നിരിക്കും, എന്നാലും എൻ്റെ ഭർത്താവിനെ ഞാൻ വിട്ട് കളയാൻ ഉദ്ദേശിക്കുന്നില്ലെന്ന്. ഇളയമ എന്തിനാ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത്, ഇളയമയുടെ മരുമോടെ കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി, ഞങ്ങളുടെ കാര്യം നോക്കാൻ ഞങ്ങൾക്കറിയാം, വാ നയനെന്ന് പറഞ്ഞ് ആദർശ് നയനെ വിളിച്ചുകൊണ്ടാകത്തോട്ട് അങ്ങ് പോകും. അന്നേരത്തേന് ചോദിക്കുന്നുണ്ട് ജാനകി ദേവയാനിയോട്, എന്തിനാ ഏട്ടത്തി ഇവളെ ഓഫീസിലൊക്കെ പറഞ്ഞു വിട്ടെന്ന്. ഞാനത് 2-3 പ്രാവശ്യമായിട്ട് പറയുന്നില്ലേ നിന്നോട്, എന്തിനാ ഇവളെ വിട്ടെന്നുള്ള കാര്യം. ഇവളുടെ മുഖം എനിക്ക് കണ്ടുകൊണ്ടിരിക്കുന്ന ഇഷ്ടമല്ല, എന്നാൽ ആദർശിന് ഇവളെ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഇഷ്ടം. ഇവൾ ഓഫീസിൽ പോവുകയാണെങ്കിൽ എൻ്റെയും അവൻ്റെയും ആഗ്രഹം നടക്കുമല്ലോ, അതുകൊണ്ട് മാത്രം അവളെ പറഞ്ഞു വിട്ടതെന്ന് പറയും. ഇങ്ങനെ പോയാൽ ഇവൾ ആദർശിനെയും കളഞ്ഞേച്ച് പോകാനാണ് സാധ്യതയെന്ന് ജാനകി പറയുമ്പോഴത്തേന് ദേവയാനി മനസ്സിലോർക്കുന്നുണ്ട്, നീ നിൻ്റെ ഭർത്താവിനെ ചിലപ്പം കളഞ്ഞെന്നിരിക്കും, പക്ഷേ എൻ്റെ മരുമോൾ എൻ്റെ മകനെയോ ഈ കുടുംബത്തെയോ കളഞ്ഞിട്ട് പോവില്ലെന്ന് എനിക്ക് ഉറപ്പാണ്, അതുകൊണ്ട് എനിക്ക് ആരുടെയും ഉപദേശത്തിൻ്റെ ആവശ്യമൊന്നുമില്ലെന്ന് പറഞ്ഞ് ദേവയാനി അങ്ങ് അകത്തേക്ക് പോകും. അപ്പോഴത്തേന് പറഞ്ഞ കാര്യങ്ങളൊന്നും ഏക്കാത്തതിൻ്റെ ദേഷ്യത്തിലും വിഷമത്തിലും നിൽക്കുകയാണ് ജാനകി. അനി നന്ദുവും കൂടെ റെസ്റ്റോറൻറ്റിൽ ഇരുന്ന് ജ്യൂസൊക്കെ കുടിക്കുന്നുണ്ട്. ആ സമയത്ത് നന്ദുവിനോട് അനി പറയും, അറിഞ്ഞായിരുന്നോ ഏട്ടത്തി ഞങ്ങളുടെ കമ്പനിയിലെ മെയിൻ ഡിസൈനറായിട്ട് ചാർജ് എടുത്തു എന്നൊക്കെ പറയും. അതൊക്കെ കേൾക്കുമ്പോൾ നന്ദുവിന് സന്തോഷമൊക്കെ ഉണ്ട്. പക്ഷെ നന്ദു ഒന്നും പറയുന്നില്ല. ഞാനിരിക്കുന്ന ബ്രാഞ്ചിൽ നിനക്ക് ജോയിൻ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നീ ഞങ്ങളുടെ ഏതെങ്കിലും ഒരു ബ്രാഞ്ചിൽ വന്ന് ജോയിൻ ചെയ്തുകൂടെ എന്ന് അനി ചോദിക്കുമ്പോൾ നന്ദു പറയും, എന്തായാലും SI സെലക്ഷൻ്റെ റിസൾട്ട് ഒന്ന് വന്നോട്ടെ, അത് കഴിഞ്ഞിട്ട് വേണം തീരുമാനിക്കാമെന്ന് പറയും. എന്നാലും എനിക്ക് ഈ പോലീസ് ജോലിയോട് വലിയ താല്പര്യമൊന്നുമില്ല എന്ന് പറയും. എനിക്കിഷ്ടമില്ലാത്തൊരു ജോലിയാണെന്ന് പറയും. നിൻ്റെ ഇഷ്ടം ഞാൻ നോക്കേണ്ട ആവശ്യമില്ലല്ലോ, എനിക്കൊരു ജോലി കിട്ടാനായിട്ട് ഞാൻ എൻ്റെ ഇഷ്ടം നോക്കിയാൽ പോരെ. എന്തായാലും ഒരു SI ആയി കഴിഞ്ഞിട്ട് വേണം എനിക്ക് IPSന് കൊടുക്കാനായിട്ട്, ഞാനതിന് ഇപ്പോഴേ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്, എനിക്ക് അതാണ് എൻ്റെ ലക്ഷ്യം എന്നൊക്കെ പറയും. എന്തായാലും നിൻ്റെ ഇഷ്ടം നടക്കട്ടെ എന്ന് അവസാനം നന്ദുവിനോട് അനി പറയുന്നുണ്ട്. നിനക്ക് അനാമികയും കൂടെ കൂടി നിൻ്റെ ബ്രാഞ്ചിലെങ്ങാനും കൊണ്ടുപോയിരുന്ന നിങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്ത് നന്നായി ജീവിച്ചുകൂടെ എന്ന് അനിയോട് നന്ദു ചോദിക്കും. അപ്പം അനി പറയും, ഞാൻ എൻ്റെ ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും എല്ലാം ഞാൻ നിന്നോട് തുറന്നു പറഞ്ഞത്, എന്നിട്ട് നീ എന്തിനാ അവളെ ഞാൻ വീണ്ടും ചുമക്കണമെന്നുള്ള രീതിയിൽ സംസാരിക്കുന്നത്. എനിക്ക് അവളെ ഒട്ടും ഇഷ്ടമില്ല, അവൾക്ക് എന്നെയും ഇഷ്ടമില്ല, അത് കാരണം ഇനി ഞങ്ങൾ തമ്മിൽ ഒത്തുപോകത്തേയില്ല. ഞാൻ പുരോഹിതനെ കണ്ടപ്പം പുരോഹിതൻ പറഞ്ഞതും അതുതന്നെയാണ്, അവളും ഞാനുമായിട്ട് ഒരുപാട് കാലമൊന്നും ജീവിക്കില്ല, ഞങ്ങൾ വേർപിരിയേണ്ടവർ തന്നെയാണെന്നാണ് പറഞ്ഞെന്ന് പറയും. അപ്പം പെട്ടെന്ന് നന്ദു ഓർക്കുന്നുണ്ട്, പുരോഹിതൻ നന്ദുവിനോട് പറഞ്ഞത് മോള് സ്നേഹിച്ച പുരുഷൻ തന്നെ മോളെ കല്യാണം കഴിക്കും, ആ പുരുഷൻ കല്യാണം കഴിഞ്ഞതാണെങ്കിൽ പോലും എങ്ങനെയും വട്ടം തിരിഞ്ഞ് അവസാനം മോളുടെ അടുത്ത് തന്നെ വരുമെന്ന് പറഞ്ഞത് നന്ദുവും ഓർക്കും. അപ്പം അനി ചോദിക്കുന്നുണ്ട്, നീ എന്താ ഓർക്കുന്നത്? ഒന്നുമില്ലയെന്ന് അനിയോട് നന്ദു പറയും. അന്നേരം അവസാനം അനി പറയുന്നുണ്ട്, എത്രയൊക്കെയാണെന്ന് പറഞ്ഞാലും ഞങ്ങൾ തമ്മിൽ പിരിയും, അവസാനം എൻ്റെ വീട്ടുകാരെനിക്ക് വേറൊരു പെൺകുട്ടിയെ നോക്കത്തില്ല, അങ്ങനെയാകുമ്പോൾ നീ എൻ്റെ ജീവിതത്തിലേക്ക് തിരിച്ചു വരുമോ എന്ന് ചോദിക്കും. എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെന്ന് അറിയുമ്പോൾ നന്ദുവിന് സന്തോഷവും ഉണ്ട്, എന്നാൽ ചിരിക്കാനും പറ്റത്തില്ല, കേൾക്കുമ്പോൾ സങ്കടം തോന്നുന്ന പരുവത്തിൽ ഇങ്ങനെ നന്ദു അനിയെ നോക്കിയിരിക്കുന്നുണ്ട്. നീ വലിയ പൊസിഷനിലേക്കൊക്കെ പോകുമ്പോൾ എനിക്ക് എത്തിപ്പിടിക്കാൻ പറ്റാത്ത പൊസിഷൻ ആകുമല്ലോ എന്നൊക്കെ അനി പറയുമ്പോൾ നന്ദു പറയും, ഞാൻ എത്ര വലിയ പൊസിഷനിൽ പോയെന്ന് പറഞ്ഞാൽ നീ എന്നെ കാണണമെന്ന് ആഗ്രഹിച്ചാൽ ആ നിമിഷം ഞാൻ ഓടി വരുമെന്ന് പറയും. അങ്ങനെ നീ ഓടി വരുമോ എന്ന് ചോദിക്കും. അതെ, ഞാൻ ഓടി വരും, ഓടി വന്നില്ലെങ്കിൽ നീ ചിലപ്പോൾ ആത്മഹത്യ ചെയ്യുകയോ വല്ലതും ചെയ്താലോ, അങ്ങനെയല്ലേ നീ പറഞ്ഞിരിക്കുന്നതെന്ന് പറയും. നന്ദുവിനറിയാലോ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ സമയമെന്ന് പറയുന്നത് നീയുമായിട്ട് സമയം സ്പെൻഡ് ചെയ്യുന്നതാണ്, അതിലെനിക്ക് ഒരുപാട് സന്തോഷമുണ്ടെന്ന് പറയുന്നുണ്ട്. നയന റൂമിൽ
റൂമിൽ നിന്ന് ഇറങ്ങി വരുമ്പോഴത്തേന് നവ്യ അവിടെ ഇരുന്ന് പലഹാരമൊക്കെ കഴിക്കുന്നുണ്ട്. അപ്പം നവ്യ പറയും, നിൻ്റെ അമ്മായിമ്മയ്ക്ക് എന്തായാലും നന്നായിട്ട് പലഹാരം ഉണ്ടാക്കാൻ അറിയാം, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട്, ഞാൻ ഒരുപാട് കഴിച്ചെന്ന് പറയും. ഞാനും കഴിച്ചായിരുന്നു ചേച്ചി, അമ്മ നല്ല ടേസ്റ്റോട് കൂടിയാണ് എല്ലാം ഉണ്ടാക്കിയെന്ന് പറയും. പിന്നെ ഇന്ന് ആദർശേട്ടൻ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു, എന്നെയും വിളിച്ചതായിരുന്നു, ബിസിനസ് മീറ്റിംഗ്. പക്ഷേ ഞാൻ വരുന്നില്ലെന്ന് പറഞ്ഞ് എൻ്റെ ഡിസൈനൊക്കെ അവർക്ക് കാണിച്ചു കൊടുക്കാനായിട്ടും ഒക്കെ ചെല്ലാനാണ് എന്നോട് പറഞ്ഞു. പക്ഷേ ഞാൻ പോയില്ല. ഞാനിവിടെ വന്നേ പിന്നെ ആദ്യമായിട്ടാണ് ഒരു ദിവസം ആദർശേട്ടൻ ഇല്ലാതെ വൈകിട്ട് കഴിച്ചു കൂട്ടുന്നെന്ന് പറയും. എൻ്റെ കാര്യം അങ്ങനെയൊന്നുമല്ല, ഞാൻ ഉറങ്ങിക്കഴിഞ്ഞ് എൻ്റെ ഭർത്താവ് റൂമിലേക്ക് കയറി വരാറുള്ളൂ. അതുകൊണ്ട് അവൻ എപ്പോൾ എഴുന്നേറ്റ് വരുന്നോ പോകുന്നോ എന്നൊന്നും ഞാൻ അറിയാറില്ല. റൂമിലുണ്ടെങ്കിലും എന്നോട് സ്നേഹമൊന്നുമില്ല, അവൻ കുടിയൊക്കെ കഴിഞ്ഞ് വന്നാൽ കിടക്കുന്നേ എന്നൊക്കെ പറയും. പിന്നെ ഉറക്കത്തിലാണേലും അവൻ ഇടയ്ക്കൊക്കെ പറയാറുണ്ട്, എൻ്റെ കൂടെയുള്ള ജീവിതം അവന് മതിയായി, ഭയങ്കര ബോറാണ്, അതുകൊണ്ടാണ് ഈ മുറിയിലേക്ക് താമസിച്ച് കയറി വരുന്നതെന്നൊക്കെ. അത് കേൾക്കുമ്പോഴത്തേന് എനിക്ക് സങ്കടമൊക്കെ വരുന്നുണ്ട്. ചേച്ചി വിഷമിക്കേണ്ട, എല്ലാം ശരിയാകും, ഒരിക്കലും എന്തായാലും അഭി ചേച്ചിയെ സ്നേഹിക്കുമെന്നൊക്കെ പറയും. അവൻ എന്നെ സ്നേഹിക്കത്തൊന്നുമില്ല, ഒരു കെയറിങ് ഒന്നും അവൻ എന്നോടില്ല, ഈ കുഞ്ഞിനെ പോലും അവൻ ആഗ്രഹമില്ല, അതിനെ പോലും വേണ്ട, അവൻ്റെ അല്ല എന്നുള്ള രീതിയിൽ അവൻ സംസാരിക്കുന്നു പറയും. അത് ഞാനും ആദർശേട്ടനും നേരത്തെ ഭയങ്കര അടിയും ബഹളവും ഒക്കെ അല്ലായിരുന്നു. ഇപ്പം ഞങ്ങൾ തമ്മിൽ ഒരു ബഹളവും ഇല്ല, വഴക്കുണ്ടാക്കാറേ ഇല്ല. അതുപോലെ നിങ്ങളുടെ ജീവിതമൊക്കെ മാറുമെന്ന് പറയും. അവൻ അങ്ങനെയൊക്കെ മാറണമെന്നുണ്ടെങ്കിൽ അവൻ്റെ അമ്മ മരിക്കണം, അവരൊറ്റ ഒരുത്തി അവനെ അങ്ങനെ ആക്കി എടുക്കുന്നെന്ന് നവ്യ പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോഴത്തേനും നയനയ്ക്ക് സങ്കടമൊക്കെ തോന്നുന്നുണ്ട്. ദേവയാനി റൂമിലിരുന്ന് ആദർശിൻ്റെയും നയനയുടെയും കല്യാണ വീഡിയോ ഒക്കെ ഫോണിലിരുന്ന് കാണുകയാണ്. നേരത്തെ ഇതൊന്നും കണ്ടിട്ടില്ലല്ലോ, ഇപ്പോഴാണ് മരുമകളോടുള്ള സ്നേഹം കാരണം വീഡിയോ ഒക്കെ എടുത്തിട്ട് കാണുന്നത്. അന്നേരം ശരിക്കും നയന കരഞ്ഞുകൊണ്ടും ദേഷ്യപ്പെട്ടാണ് ആദർശം താലി കെട്ടാനൊക്കെ ഇരിക്കുന്നത്. എന്നാലും ആ വീഡിയോ കാണുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട് ദേവയാനിക്ക്. അത് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് അനാമിക അങ്ങോട്ട് കയറി വരും. എന്താ മോളെന്ന് ചോദിക്കുമ്പം പറയും, എനിക്ക് ഇവിടെ നിന്ന് മടുത്തു, ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോയാലോ നോർക്കുക വല്യമ്മേ, എനിക്ക് എന്നോട് ഒരു സ്നേഹവും ഇല്ലെന്ന് പറയും. അതെന്താ മോളെ, നിങ്ങൾ തമ്മിൽ എങ്ങനെയും സ്നേഹിച്ചൊക്കെ നിൽക്കണ്ടേ, ഈ വീട്ടിൽ ആരും അങ്ങനെ ഡൈവോഴ്സ് ഒന്നും ചെയ്തിട്ടില്ല, അത് അച്ഛനും അമ്മയ്ക്കും ഭയങ്കര സങ്കടമാകും, അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകണമെന്ന് പറയും. ഞാൻ എൻ്റെ വീട്ടിൽ ഒറ്റ മോളാണ്, അത് കാരണം ഞാൻ തിരിച്ചു വന്നെന്ന് പറഞ്ഞാൽ പോലും എൻ്റെ വീട്ടുകാരെന്നെ നോക്കിക്കോളും, ഇവൻ എന്നോട് ഒട്ടും സ്നേഹമില്ല, പിന്നെ അവന് വാ തുറന്നു കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ ഏട്ടത്തിയെക്കുറിച്ചും അവിടെ അനിയത്തിയെക്കുറിച്ചും ഒക്കെ പറയാനേ സമയമുള്ളൂ, അതെനിക്ക് ഒട്ടും ഇഷ്ടമല്ല, അത് കാരണം ഞങ്ങൾ തമ്മിൽ ഒത്തു പോകത്തില്ലെന്ന് പറയും. അത് മോളെ, അവൾ വന്ന കാലം തൊട്ട് അനിക്ക് അവളെ ഭയങ്കര ജീവനാണ്, ആദർശ് അവളെ സ്നേഹിക്കാതിരുന്ന കാലത്ത് പോലും അനി അവളെ സ്നേഹിച്ചിട്ടേ ഉള്ളൂ, അത് കാരണം അവരെ അങ്ങനെ പിരിക്കാനൊന്നും സാധിക്കില്ല, അതുകൊണ്ടാണ് അവൻ എപ്പോഴും അവളുടെ കാര്യമൊക്കെ പറയുന്നത്. പക്ഷെ മോൾ അവനെ സ്നേഹിച്ച് കൂടെ നിൽക്കുന്നതല്ലേ നല്ലത്, കെട്ടിച്ചു വിട്ട പെൺകുട്ടികൾ തിരിച്ച് വീട്ടിലേക്ക് ചെല്ലുന്നത് എന്തുകൊണ്ടും അപ്പനും അമ്മയ്ക്കും സന്തോഷം മാത്രമല്ല സങ്കടവുമായിരിക്കും എന്നൊക്കെ ദേവയാനി അനാമികയെ ഉപദേശിക്കുന്നുണ്ട്. എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും ഞാൻ അനിയോടൊന്ന് സംസാരിക്കട്ടെ, മോള് വിഷമിക്കുകയൊന്നും വേണ്ട, അടങ്ങി ഒതുങ്ങി ഇവിടെ തന്നെ നിൽക്കെന്നൊക്കെ പറഞ്ഞ് അനാമികയെ ദേവയാനി പറഞ്ഞു വിടും. എന്നിട്ട് അനിയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. അപ്പോൾ അനിയോട് പറയും, നീ ഇങ്ങനെ അനാമികയായിട്ട് സ്നേഹിക്കാതെ ജീവിക്കരുത്, അവളെ ഇങ്ങനെ വിഷമിപ്പിക്കരുത്, നിൻ്റെ ജീവിതം തകരുന്നത് ഞങ്ങൾക്ക് എല്ലാവർക്കും സങ്കടമാണ്, അച്ഛനും അമ്മയ്ക്കും അതുപോലെ തന്നെ എനിക്കും ചേട്ടനും എല്ലാവർക്കും ബുദ്ധിമുട്ടാണെന്ന് പറയും. എൻ്റെ അവസ്ഥ എന്നെ ആരും മനസ്സിലാക്കാതെ, അവളുമായിട്ട് ഒത്തുപോകാൻ എന്നെക്കൊണ്ട് പറ്റില്ല, അവൾക്ക് എൻ്റെ ഭാര്യയായിട്ട് ജീവിക്കണമെന്നൊന്നും ആഗ്രഹമില്ല, ഈ അനന്തപുരി തറവാട്ടിലെ മരുമോളെന്നുള്ള മീനി പറഞ്ഞ് നടക്കാൻ മാത്രമേ അവൾക്കും അവിടെ കുടുംബത്തിലുള്ളവർക്കും ആഗ്രഹമുള്ളൂ, അല്ലാതെ ഈ കുടുംബത്തിൽ വന്ന് ജീവിക്കാൻ വേണ്ടിയൊന്നും അല്ല അവൾ വന്നെന്നൊക്കെ പറയും. അതൊക്കെ ശരിക്കും അനാമികയുടെ സ്വഭാവത്തിനനുസരിച്ച് ദേവയാനിക്ക് മനസ്സിലാകുന്നൊക്കെയുണ്ട്. അനാമികയുടെ സ്വഭാവം ദേവയാനിക്കും അറിയാമെങ്കിലും അവരുടെ കുടുംബജീവിതം തകരരുതെന്ന് ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞാണ് ഇങ്ങനെ അനിയെ ഉപദേശിക്കുന്നത്. നിനക്കറിയാമല്ലോ ആദർശും നയനയും തമ്മിൽ എന്തൊക്കെ പ്രശ്നങ്ങളായിരുന്നു ആദ്യമൊക്കെ, ഇപ്പം ആദർശിന് നയനയില്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്നുള്ള അവസ്ഥയിലായെന്ന് പറയും. അത് പിന്നെ ഏട്ടത്തിയുടെ ഭാഗത്ത് തെറ്റൊന്നുമില്ല, ഏട്ടത്തി എപ്പോഴും ആദർശേട്ടനെ സ്നേഹിച്ചിട്ട് മാത്രമേ ഉള്ളൂ, പക്ഷേ ഇവൾ എന്നെ ഒരിക്കലും സ്നേഹിച്ചിട്ടില്ലെന്ന് പറയും. നീ അവളെ സ്നേഹിക്കുന്നുണ്ടോയെന്ന് ചോദിക്കുമ്പം എനിക്കൊന്നും അങ്ങോട്ട് മറുപടി പറയാനൊന്നും ഇല്ല എന്ന് പറഞ്ഞാൽ എനിക്ക് ഒട്ടും ഇഷ്ടമില്ലല്ലോ അനാമികയെ, എന്തായാലും നീ അച്ഛനെയും അമ്മയും വിഷമിപ്പിക്കരുത്, അതുപോലെ ആരെയും വിഷമിപ്പിക്കാനൊന്നും പാടില്ല, നിങ്ങൾ എങ്ങനെയും അഡ്ജസ്റ്റ് ചെയ്ത് ജീവിച്ചേ പറ്റത്തുള്ളൂ എന്ന് പറയുന്നുണ്ട് ദേവയാനി. അഭി അങ്ങോട്ടോ പോകാനായിട്ട് ഒരുങ്ങി പുറത്തേക്ക് വരുമ്പോഴത്തേനാണ് ജലജ അങ്ങോട്ട് ചെല്ലുന്നത്. നീ ഇങ്ങനെ ഒരുങ്ങി അങ്ങ് നടന്നോ, കറങ്ങി നടന്നാൽ മതിയല്ലോ, നീ കറങ്ങി നടന്ന സമയത്ത് നല്ല വല്ല പെൺപിള്ളേരെയും കറക്കി എടുക്കാനുള്ളതിന് നീ ഒരുത്തിയെ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നു, ഇനിയെങ്കിലും നീ ഒന്ന് നോക്ക് നല്ല വല്ല പെൺപിള്ളേരെയും കറക്കി എടുക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോഴത്തേന് അഭി പറയും, അമ്മ എന്താ ഇങ്ങനെ പറയുന്നെന്ന്. അതല്ലടാ, നീ ഒന്ന് ഓർത്തി, ഏട്ടത്തിക്ക് കരൾ കൊടുത്ത പെൺകുട്ടി ആരാണെന്ന് ഏട്ടത്തിക്ക് അറിയത്തില്ല, അവർക്ക് കൊടുക്കാനായിട്ട് 50 ലക്ഷത്തിൻ്റെ ചെക്ക് എഴുതി വെച്ചുകൊണ്ടാണ് ഏട്ടത്തി ഇരുന്നത്, അത് ഇതുവരെ ആരും
ആരും പ്രസൻറ്റ് ചെയ്തിട്ടുമില്ല. അതുകൊണ്ട് ആരും അറിയാതെ നമുക്ക് ഏട്ടത്തിയോട് ഒരു പെൺകുട്ടിയെ കാണിച്ചു കൊടുത്തിട്ട് ക്യാഷ് മേടിക്കാമെന്ന് പറയും. അത് എങ്ങനെയാണ് കരൾ കൊടുത്ത പെൺകുട്ടിയെ ആദർശിനും അമ്മാവനും ഒക്കെ അറിയാവുന്നല്ലേ എന്ന് ചോദിക്കും. അവരെ ആരെയും അറിയിക്കരുതെന്ന് പറഞ്ഞ് ഒരു പെൺകുട്ടിയെ നമുക്ക് കാണിച്ചു കൊടുക്കാം, എന്നിട്ട് കുറച്ച് ലക്ഷങ്ങളൊക്കെ അടിച്ചു മാറ്റാമെന്ന് പറയും. അത് ശരിയാ, ഞാൻ നല്ലൊരു എമൗണ്ട് ശമ്പളമൊക്കെ മേടിച്ചുകൊണ്ടിരുന്നതാണ്, എന്നെ ഒരു വെറും കൂലിക്കാരനാക്കി മാറ്റിയത് ആദർശ്. അതുകൊണ്ട് ആദർശിൻ്റെ അമ്മയുടെ കയ്യിൽ നിന്ന് തന്നെ നമുക്ക് മാക്സിമം കാശ് അടിച്ചു മാറ്റണമെന്ന് അഭിയും പറയുന്നുണ്ട്. എന്നാൽ എത്രയും പെട്ടെന്ന് ഏതെങ്കിലും ഒരുത്തിയെ നീ ഒന്ന് കണ്ടുപിടിച്ച് കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് അഭിയെ പറഞ്ഞു വിടും. അപ്പോൾ ആ കാര്യമൊക്കെ വിജയിക്കുമെന്നുള്ള സന്തോഷത്തിൽ ഇങ്ങനെ ഓർത്ത് നിൽക്കുന്ന ജലജയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.